ശാന്തി 14/5/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ സ്നേഹത്തിൻ്റെ സാഗരമാണ്. ലോകത്തിൽ മറ്റാർക്കും ബാബയെ പോലെ സ്നേഹിക്കുവാൻ സാധിക്കില്ല. അതേപോലെ കുട്ടികളായ നിങ്ങളും ബാബയ്ക്ക് സമാനമാകൂ. ആരെയും വിഷമിപ്പിക്കാതിരിക്കൂ അഥവാ അതൃപ്തമാക്കരുത്. ചോദ്യം: ഏത് പ്രകാരത്തിലുള്ള ചിന്തകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ സന്തോഷത്തിൻ്റെ രസം കയറിയിരിക്കും? ഉത്തരം: ഇപ്പോൾ നമ്മൾ ജ്ഞാനരത്നങ്ങളാൽ തൻ്റെ സഞ്ചി നിറച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഈ ഖനികൾ ആദിയായവ എല്ലാം നിറയും. അവിടെ സത്യയുഗത്തിൽ നമ്മൾ സ്വർണത്തിൻ്റെ കൊട്ടാരം നിർമ്മിക്കും. നമ്മുടെ ഈ ബ്രാഹ്മണ കുലം ഉത്തമ കുലമാണ്. നമ്മൾ സത്യമായ സത്യനാരായണന്റെ കഥ, അമരകഥ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയെല്ലാമുള്ള ചിന്തകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ സന്തോഷത്തിൻ്റെ രസം കയറിയിരിക്കും. ഓം ശാന്തി. കുട്ടികൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുകയാണ്. ഈ ശ്രീമത്, അതായത് ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ മതം ലഭിക്കുന്നു. ഓർമ്മയുടെ യാത്ര വളരെ മധുരമാണ്. കുട്ടികൾ നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് അറിയുന്നുണ്ട്. എത്ര ബാബയെ ഓർമ്മിക്കുമോ അത്രയും ബാബ സ്വീറ്റായി തോന്നും. സാക്രീൻ ആണല്ലോ. ഒരു ബാബ തന്നെയാണ് സ്നേഹിക്കുന്നത്. ബാക്കി എല്ലാവരും അടിക്കുന്നു. ലോകം മുഴുവൻ പരസ്പരം തള്ളിക്കളയുന്നു. ബാബ സ്നേഹിക്കുന്നു. ആ ഒന്നിനെ കേവലം കുട്ടികളായ നിങ്ങളാണ് അറിഞ്ഞത്. ബാബ പറയുന്നു, ഞാൻ ആരാണോ, എങ്ങനെയാണോ, എത്ര വലുതാണ് പറയൂ. നമ്മുടെ ബാബ എത്ര വലുതാണ്? അപ്പോൾ പറയുന്നു, ബിന്ദുവാണ്. മറ്റാരും അറിയുന്നില്ല. കുട്ടികളും ഓരോ നിമിഷവും മറന്നു പോകുന്നു. പറയുന്നു, ഭക്തി മാർഗത്തിലാണെങ്കിൽ വലിയ വലിയ ചിത്രങ്ങളെയാണ് പൂജിച്ചിരുന്നത്. ഇപ്പോൾ ബിന്ദുവിനെ എങ്ങനെ ഓർമ്മിക്കും? ബിന്ദുവിനെ തന്നെ ഓർമ്മിക്കുമല്ലോ. ആത്മാവിനറിയാം ഞാൻ ബിന്ദുവാണ്. എൻ്റെ പിതാവും അങ്ങനെയാണ്. ആത്മാവ് തന്നെയാണ് പ്രസിഡന്റ്. ആത്മാവ് തന്നെയാണ് ജോലിക്കാരൻ. പാർട്ട് ആത്മാവ് തന്നെയാണ് അഭിനയിക്കുന്നത്. ബാബയാണ് ഏറ്റവും സ്വീറ്റ്. ഹേ പതീത പാവന, ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്നവനെ വരൂ എന്ന് എല്ലാവരും ഓർമ്മിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഈ നിശ്ചയമുണ്ട്. നമ്മൾ ആരെയാണോ ബിന്ദു എന്ന് പറയുന്നത്, ആ ഒന്ന് വളരെ സൂക്ഷ്മമാണ്. എന്നാൽ മഹിമ എത്ര വലുതാണ്! മഹിമ പാടുന്നുമുണ്ട്, ജ്ഞാനത്തിൻ്റെ സാഗരം, ശാന്തിയുടെ സാഗരം എന്ന്. എന്നാൽ ആ ഒന്ന് എങ്ങനെയാണ് വന്ന് സുഖം നൽകുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. മധുരമായ കുട്ടികളെ, ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും ആരെല്ലാം എത്രത്തോളം ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നു എന്ന്. സർവീസ് ചെയ്യുന്നതിൻ്റെ ശ്രീമത്ത് ലഭിക്കുന്നു. വളരെയധികം മനുഷ്യർ അസുഖമുള്ളവരും രോഗിയുമാണ്. ഹെൽത്തി ആയവരും വളരെയധികമുണ്ട്. ഭാരതവാസികൾക്കറിയാം സത്യയുഗത്തിൽ ആയുസ് വളരെ വലുതാണ്. ആവറേജ് 125 മുതൽ 150 വർഷം വരെയായിരുന്നു. ഓരോരുത്തരും തൻ്റെ ഫുൾ ആയുസ് പൂർത്തിയാക്കുന്നു. ഇതാണെങ്കിൽ തികച്ചും മോശമായ ലോകമാണ്. ബാക്കി അല്പം സമയമേ ഉള്ളൂ. മനുഷ്യർ വലിയ വലിയ ധർമ്മശാലകളും മറ്റും ഇപ്പോഴും നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ബാക്കി എത്ര സമയമുണ്ടാകും എന്നത് അറിയുന്നില്ല. ക്ഷേത്രവും മറ്റും നിർമ്മിക്കുന്നു. ലക്ഷം രൂപ ചിലവഴിക്കുന്നു. അതിൻ്റെ ആയുസ് ബാക്കി എത്ര സമയമുണ്ടാകും? നിങ്ങൾക്കറിയാം ഇതാ തകരാൻ പോകുന്നു. നിങ്ങളെ ബാബ കെട്ടിടങ്ങളോ മറ്റോ ഉണ്ടാക്കുന്നതിന് വിലക്കുന്നില്ല. നിങ്ങൾ തൻ്റെ തന്നെ വീട്ടിൽ ഒരു മുറിയിൽ ഹോസ്പിറ്റൽ കം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കൂ. യാതൊരു ചെലവുമില്ലാതെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് 21 ജന്മത്തേക്ക് നേടണം. ഈ നോളജിലൂടെ നിങ്ങൾക്ക് വളരെയധികം സുഖം ലഭിക്കുന്നു എന്നതും മനസ്സിലാക്കിച്ചു തന്നു. എപ്പോഴാണോ തമോ പ്രധാനമായത് അപ്പോൾ കൂടുതൽ ദുഃഖമുണ്ടാകുന്നു.
എത്രത്തോളം തമോ പ്രധാനമായിക്കൊണ്ടിരിക്കുന്നോ അത്രയും ലോകത്തിൽ ദുഃഖവും അശാന്തിയും വർദ്ധിച്ചു വരും. മനുഷ്യർ വളരെയധികം ദുഃഖിതരായിരിക്കും. പിന്നെ ജയ ജയഘോഷമുണ്ടാകും. കുട്ടികളായ നിങ്ങൾ ഏതൊരു വിനാശമാണോ ദിവ്യദൃഷ്ടിയിലൂടെ കണ്ടത് അത് തന്നെ പിന്നെ പ്രാക്ടിക്കലിൽ കാണേണ്ടതുണ്ട്. സ്ഥാപനയുടെ സാക്ഷാത്കാരവും വളരെ പേർ കണ്ടു. കൊച്ചു പെൺകുട്ടികൾ വളരെയധികം സാക്ഷാത്കാരം കണ്ടിരുന്നു. ജ്ഞാനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പഴയ ലോകത്തിൻ്റെ വിനാശവും തീർച്ചയായും സംഭവിക്കേണ്ടതുണ്ട്. കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ തന്നെയാണ് വന്ന് സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകുന്നത്. എന്നാൽ കുട്ടികൾക്ക് പിന്നെ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട് ഉയർന്ന പദവി നേടുവാൻ. കുട്ടികളായ നിങ്ങളെ ബാബ ഇരുന്ന് ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കുന്നു. അവരാണെങ്കിൽ ബാക്കി കുറച്ച് സമയമേ ഉള്ളൂ എന്നത് അറിയുന്നില്ല. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് ദാതാവ്, ഞാൻ നിങ്ങൾക്ക് നൽകുവാനായി വന്നിരിക്കുന്നു. മനുഷ്യർ പറയുന്നു, പതീത പാവന വരൂ, വന്ന് നമ്മളെ പാവനമാക്കൂ. ബാബ പറയുന്നു, ആദ്യം നിങ്ങൾ എത്ര വിവേകശാലിയായിരുന്നു, സദോ പ്രധാനമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ തമോ പ്രധാനം ആയിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയിലും ഇപ്പോൾ വന്നു കഴിഞ്ഞു. നമ്മൾ വിശ്വത്തിൻ്റെ മേൽ രാജ്യം ഭരിച്ചിരുന്നു എന്നത് മുൻപ് മനസ്സിലാക്കിയിരുന്നില്ല. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. വീണ്ടും തീർച്ചയായും ആകും. ഹിസ്റ്ററി, ജോഗ്രഫി റിപ്പീറ്റ് ആകും. ബാബ മനസ്സിലാക്കിച്ചു തന്നു, 5000 വർഷം മുമ്പ് ഞാൻ വന്നിരുന്നു, നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരി ആക്കിയിരുന്നു. പിന്നെ നിങ്ങൾ 84 ജന്മങ്ങളുടെ ഏണിപ്പടികൾ ഇറങ്ങുന്നു. ഈ വിസ്താരം ഒരു ശാസ്ത്രത്തിലുമില്ല. ശിവബാബ ഏതെങ്കിലും ശാസ്ത്രമോ മറ്റോ പഠിച്ചിട്ടുണ്ടോ? ബാബയെ ജ്ഞാനത്തിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നു. അവരും ശാസ്ത്രവും മറ്റും പഠിച്ച് ശാസ്ത്രങ്ങളുടെ അതോറിറ്റി ആകുന്നു. പതീത പാവന വരൂ എന്ന് അവരും പാടുന്നു. ഗംഗാ സ്നാനം ചെയ്യുവാനായി പോകുന്നു. വാസ്തവത്തിൽ ഈ ഭക്തി തന്നെ ഗൃഹസ്ഥികൾക്കുള്ളതാണ്. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. സദ്ഗതി ദാതാവ് ആരാണ് എന്നത് അവർക്കും അറിയില്ല. ബാബ മനസ്സിലാക്കിക്കുന്നു, ഹേ പതീത പാവന വരൂ എന്ന് നിങ്ങൾ എന്നെ വിളിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ പാവനമാക്കി മാറ്റുന്നു. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാനായി വരുന്നു. നമ്മളിൽ കൃപ കാണിക്കൂ എന്നത് പാടില്ല. ഞാനാണെങ്കിൽ ടീച്ചറാണ്. നിങ്ങൾ കൃപയും മറ്റും എന്തിന് യാചിക്കുന്നു? ആശീർവാദം അനേകം ജന്മങ്ങളിൽ എടുത്തു വന്നു. ഇപ്പോൾ വന്ന മാതാപിതാക്കളുടെ സമ്പത്തിൻ്റെ അധികാരിയാകൂ. എന്ത് ആശീർവദിക്കുവാനാണ്? കുട്ടി ജനിച്ചു, അച്ഛൻ്റെ സമ്പത്തിൻ്റെ അധികാരിയായി. ലൗകിക അച്ഛനോട് കൃപ കാണിക്കൂ എന്ന് പറയുന്നു. ഇവിടെ കൃപയുടെ കാര്യമില്ല. കേവലം ബാബയെ ഓർമ്മിക്കണം. ബാബ ബിന്ദുവാണ് എന്നതും ആർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ പറഞ്ഞു തന്നിരിക്കുന്നു. പരംപിത പരമാത്മ, ഗോഡ് ഫാദർ, സുപ്രീം സോൾ എന്ന് എല്ലാവരും പറയുകയും ചെയ്യുന്നു. അപ്പോൾ പരം ആത്മ ആയല്ലോ. ആ ഒന്നാണ് സുപ്രീം. ബാക്കിയെല്ലാം ആത്മാക്കളാണല്ലോ. സുപ്രീം ബാബ വന്ന് തനിക്ക് സമ്മാനമാക്കുന്നു. മറ്റൊന്നും തന്നെയില്ല. സ്വർഗത്തിൻ്റെ രചയിതാവായ പരിധിയില്ലാത്ത ബാബ വന്ന് സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു എന്നത് ആരുടെയെങ്കിലും ബുദ്ധിയിലുണ്ടാകുമോ? ഇപ്പോൾ നിങ്ങൾക്കറിയാം, കൃഷ്ണന്റെ കയ്യിൽ സ്വർഗത്തിൻ്റെ ഗോളമുണ്ട്. ഗർഭത്തിൽ നിന്നും കുട്ടി പുറത്തു വന്നു. അപ്പോൾ മുതൽ ആയുസ് ആരംഭിക്കുന്നു. ശ്രീകൃഷ്ണൻ പൂർണ്ണമായും 84 ജന്മമെടുക്കുന്നു. ഗർഭത്തിൽ നിന്നും പുറത്തു വന്നു. ആ ദിവസം മുതൽ 84 ജന്മങ്ങൾ കണക്കാക്കും. ലക്ഷ്മി നാരായണന് വലുതാകുന്നതിന് 30-35 വർഷം എടുത്തുമല്ലോ. അപ്പോൾ ആ 30-35 വർഷം 5000-ൽ നിന്നും കുറയ്ക്കേണ്ടി വരും. ശിവബാബയുടേതാണെങ്കിൽ കണക്കാക്കുവാൻ സാധിക്കില്ല. ശിവബാബ എപ്പോൾ വന്നു? സമയം പറയാൻ സാധിക്കില്ല. തുടക്കം മുതൽ സാക്ഷാത്കാരമുണ്ടാകുമായിരുന്നു. മുസൽമാന്മാരും പൂന്തോട്ടം ആദിയായവ കണ്ടിരുന്നു. നൗദാഭക്തിയൊന്നും ഇവരാരും ചെയ്തിരുന്നില്ല.
വീട്ടിലിരിക്കവേ സ്വയമേ ധ്യാനത്തിൽ പോകുമായിരുന്നു. അവരാണെങ്കിൽ എത്ര നൗതാഭക്തി ചെയ്യുന്നു. അപ്പോൾ ബാബ മുന്നിലിരുന്ന് മനസ്സിലാക്കിക്കുന്നു. ബാബ ദൂരദേശത്തു നിന്നും വന്നിരിക്കുന്നു. ഇത് കുട്ടികൾക്കറിയാം. ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ പിന്നെ പുറത്തു പോകുമ്പോൾ ലഹരി കുറഞ്ഞു പോകുന്നു. ഓർമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ സന്തോഷത്തിൻ്റെ രസവും കയറിയിരിക്കുമായിരുന്നു. കർമാതീത അവസ്ഥ ഉണ്ടാകുമായിരുന്നു. എന്നാൽ അതിന് സമയം വേണ്ടിവരും. ഇപ്പോൾ നോക്കൂ, ശ്രീകൃഷ്ണന്റെ ആത്മാവിന് അന്തിമ ജന്മത്തിൽ ഫുൾ ജ്ഞാനമുണ്ട്. പിന്നെ ഗർഭത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ചില്ലിക്കാശിൻ്റെ പോലും ജ്ഞാനമുണ്ടാകില്ല. ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കൃഷ്ണൻ മുരളി ഊതിയിട്ടൊന്നുമില്ല. കൃഷ്ണന് ജ്ഞാനം അറിയുകയില്ല. ലക്ഷ്മി നാരായണന്മാരെ അറിയുന്നില്ല. അപ്പോൾ പിന്നെ ഋഷി, മുനി, സന്യാസിമാരും മറ്റും എങ്ങനെ അറിയുവാനാണ്? വിശ്വത്തിൻ്റെ അധികാരിയായ ലക്ഷ്മി നാരായണനെ അറിയുന്നില്ല എങ്കിൽ പിന്നെ ഈ സന്യാസിമാർ എങ്ങനെ അറിയും? ശ്രീകൃഷ്ണൻ സാഗരത്തിൽ ആലില്ലയിൽ വന്നു, ഇത് ചെയ്തു എന്ന് പറയുന്നു. ഇതെല്ലാം കഥകളാണ്. അതിരുന്ന് എഴുതിയിരിക്കുന്നു. നദിയിൽ കാൽ വെച്ചപ്പോൾ അത് താഴ്ന്നു പോയതായി പറയുന്നു. മനുഷ്യർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കൂ. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. യാതൊരു തലകീഴായ കാര്യങ്ങളും ഇപ്പോൾ വിശ്വാസം വയ്ക്കാതിരിക്കും. ശാസ്ത്രവും മറ്റും എത്ര മനുഷ്യർ പഠിക്കുന്നു. ബാബ പറയുന്നു, പഠിച്ചതെല്ലാം മറന്നേക്കൂ. ഈ ദേഹത്തെയും മറന്നേക്കൂ. ആത്മാവ് തന്നെയാണ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുത്ത പാട്ട് അഭിനയിക്കുന്നത്. ഭിന്ന ഭിന്ന നാമ, രൂപ, ദേശ, വസ്ത്രങ്ങൾ അണിയുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഇത് മോശമായ വസ്ത്രമാണ്. ആത്മാവും ശരീരവും രണ്ടും പതീതമാണ്. ആത്മാവിനെ തന്നെയാണ് ശ്യാമം എന്നും സുന്ദരം എന്നും പറയുന്നത്. ആത്മാവ് പവിത്രമായിരുന്നു, അപ്പോൾ സുന്ദരമായിരുന്നു. പിന്നെ കാമചിതയിൽ ഇരിക്കുന്നതിലൂടെ കറുത്തതായി. ഇപ്പോൾ വീണ്ടും ബാബ ജ്ഞാനചിതയിൽ ഇരുത്തുന്നു. പതീത പാവനായ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ ഈ മാലിന്യം തന്നെ മാറും. ആത്മാവിൽ തന്നെയാണ് മാലിന്യം ചേരുന്നത്. കലിയുഗ അന്ത്യത്തിൽ നിങ്ങൾ ദരിദ്രമാണ്. അവിടെ സത്യയുഗത്തിൽ പിന്നെ നിങ്ങൾ സ്വർണത്തിൻ്റെ കൊട്ടാരം നിർമ്മിക്കും. അത്ഭുതമാണ്. ഇവിടെ വജ്രങ്ങൾക്ക് നോക്കൂ, എത്ര മാന്യതയാണ്. അവിടെയാണെങ്കിൽ കല്ലുകൾ പോലെയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ബാബയിൽ നിന്നും ജ്ഞാനരത്നങ്ങളുടെ സഞ്ചി നിറച്ചുകൊണ്ടിരിക്കുന്നു. സാഗരത്തിൽ നിന്നും രത്നങ്ങളുടെ താലങ്ങൾ നിറച്ച് കൊണ്ടുവരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സാഗരത്തിൽ നിന്നും എത്ര വേണമോ അത്രയും എടുത്തുകൊള്ളൂ. ഖനികളും നിറയുന്നു. നിങ്ങൾ സാക്ഷാത്കാരം കണ്ടു. മായ മച്ചന്തറിൻ്റെയും കളി കാണിക്കുന്നു. അയാൾ സ്വർണത്തിൻ്റെ ഇഷ്ടികകൾ കിടക്കുന്നത് കണ്ടു. എടുത്തുകൊണ്ട് പോകട്ടെ. താഴെ വന്നു. അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെയാണെങ്കിൽ സ്വർണത്തിൻ്റെ ഇഷ്ടികകളുടെ കൊട്ടാരം നിർമ്മിക്കും. ഇങ്ങനെയെല്ലാമുള്ള ചിന്തകൾ വരേണ്ടതാണ്. അപ്പോൾ സന്തോഷത്തിൻ്റെ രസം കയറും. ബാബയുടെ പരിചയം നൽകണം. ശിവബാബ 5000 വർഷം മുമ്പും വന്നിരുന്നു. ഇതാർക്കും അറിയില്ല. നിങ്ങൾക്കറിയാം, 5000 വർഷം മുമ്പ് വന്ന് നിങ്ങളെ രാജയോഗം പഠിപ്പിച്ചിരുന്നു. കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങളെ തന്നെ പഠിപ്പിക്കും. ആരെല്ലാം വന്ന് ബ്രാഹ്മണനാകുന്നു അവർ പിന്നെ ദേവതയാകും. വിരാട രൂപവും ഉണ്ടാക്കുന്നു. അതിൽ ബ്രാഹ്മണരുടെ കുടുമി മറച്ചു. ബ്രാഹ്മണരുടെ കുലം വളരെ ഉത്തമമായി പാടപ്പെടുന്നു. അതാണ് ശാരീരികം. നിങ്ങൾ ആത്മീയമാണ്. നിങ്ങൾ സത്യം സത്യമായ കഥ കേൾപ്പിക്കുന്നു. ഇതാണ് സത്യനാരായണന്റെ കഥ, അമരകഥ. നിങ്ങളെ അമരകഥ കേൾപ്പിച്ച് അമരമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ മൃത്യുലോകം സമാപ്തമാകേണ്ടതുണ്ട്. ശിവബാബ പറയുന്നു, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. എത്ര അനേകം ആത്മാക്കളുണ്ടാകും. ആത്മാവ് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ ശബ്ദമൊന്നും ഉണ്ടാകുന്നില്ല. തേനീച്ചകളുടെ കൂട്ടം പോകുമ്പോൾ എത്ര ശബ്ദമാണ് ഉണ്ടാകുന്നത്. റാണിയുടെ പിന്നാലെ
തേനീച്ചകളെല്ലാം ഓടുന്നു. അവർക്ക് പരസ്പരം എത്ര ഏകതയാണുള്ളത്. ഭ്രമരത്തിൻ്റെയും ഉദാഹരണം ഇവിടത്തേതാണ്. നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയാക്കിക്കൊണ്ടിരിക്കുന്നു. പതിതർക്ക് നിങ്ങൾ ജ്ഞാനം ഊതുന്നു. അപ്പോൾ പാവന വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നു. നിങ്ങളുടേത് പ്രവൃത്തി മാർഗമാണ്. അതിലും മെജോറിറ്റി മാതാക്കളുടേതാണ്. അതിനാൽ വന്ദേ മാതരം എന്ന് പറയുന്നു. ബ്രഹ്മകുമാരി എന്നാൽ ആരാണോ ബാബയിലൂടെ 21 ജന്മത്തേക്കുള്ള സമ്പത്ത് നേടിക്കൊടുക്കുന്നത്. ബാബ സദാ സുഖത്തിൻ്റെ സമ്പത്ത് നൽകുന്നു. ആര് സർവീസ് ചെയ്യുമോ, എഴുതുകയും പഠിക്കുകയും ചെയ്യുമോ, അപ്പോൾ നവാബാകും. രാജാവാകുന്നത് നല്ലതാണോ അതോ വേലക്കാരനാകുന്നതാണോ നല്ലത്? അവസാന സമയം നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. നമ്മൾ എന്തായി മാറും, പിന്നെ പശ്ചാത്തപിക്കും. നമ്മൾ ശ്രീമത്തനുസരിച്ച് എന്തുകൊണ്ട് നടന്നില്ല? ബാബ പറയുന്നു, ഫോളോ ചെയ്യൂ. സെൻറ്ററിന് വേണ്ടി ഒരു മുറി തരികയും സ്വയം മാംസവും മറ്റും കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അങ്ങനെയാകരുത്. ഒന്ന് പുണ്യാത്മാവ്, മറ്റത് പാപാത്മാവ്. പിന്നെ ആശ്രമം ആയിരിക്കുകയില്ല. വീട്ടിൽ സ്വർഗമുണ്ടാക്കുമ്പോൾ സ്വയവും സ്വർഗത്തിൽ ഉണ്ടായിരിക്കേണ്ടതല്ലേ? കേവലം ആശീർവാദത്തിൽ മാത്രം നിലനിൽക്കരുത്. ബാബയെ ഓർമ്മിക്കണം. പവിത്രമാക്കി തന്നെ കൂടെ കൊണ്ടുപോകും. നിങ്ങൾക്കാണെങ്കിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. എത്ര വലിയ ലോട്ടറിയാണ് ലഭിക്കുന്നത്. ബാബയെ എത്ര ഓർമ്മിക്കുമോ അത്രയും വികർമ്മം വിനാശമാകും. ലോകത്തിൽ ആർക്കും തന്നെ ബാബയുടെ അത്ര സ്നേഹിക്കുവാൻ സാധിക്കില്ല. ആ ഒന്നിനെ പറയുന്നത് തന്നെ സ്നേഹത്തിൻ്റെ സാഗരം എന്നാണ്. നിങ്ങളും ഇങ്ങനെയാകൂ. അഥവാ ആർക്കെങ്കിലും ദുഃഖം കൊടുത്തുവെങ്കിൽ, വിഷമിപ്പിച്ചുവെങ്കിൽ വിഷമിച്ചു മരിക്കും. ഇത് ബാബ ശപിക്കുന്നതൊന്നുമല്ല, മനസ്സിലാക്കിച്ചു തരുന്നു. സുഖം നൽകൂ, എങ്കിൽ സുഖമുള്ളവരായിരിക്കും. സർവരെയും സ്നേഹിക്കൂ. ബാബയും സ്നേഹത്തിൻ്റെ സാഗരമാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: യാതൊരു തലകീഴായ കാര്യവും വിശ്വസിക്കരുത്. തലകീഴായ എന്തെല്ലാം പഠിച്ചുവോ അത് മറന്ന് അശരീരി ആകുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. കേവലം ആശീർവാദത്തിൽ മാത്രം നടക്കരുത്. സ്വയം തന്നെ പവിത്രമാക്കി മാറ്റണം. ബാബയെ ഓരോ ചുവടിലും ഫോളോ ചെയ്യണം. ആർക്കും ദുഃഖം നൽകരുത്, അതൃപ്തമാക്കരുത്. വരദാനം: സത്യമായ സ്നേഹത്തിൻ്റെ ആധാരത്തിൽ മറ്റ് കൂട്ടുകെട്ടുകൾ വേർപെടുത്തി ഒരു കൂട്ടുകെട്ട് യോജിപ്പിക്കുന്ന സമ്പൂർണ്ണ വിശ്വസ്തനായി ഭവിക്കട്ടെ. ആരുടെ സങ്കല്പത്തിലോ സ്വപ്നത്തിലോ പോലും ബാബയോ ബാബയുടെ കർത്തവ്യമോ ബാബയുടെ മഹിമയോ ബാബയുടെ ജ്ഞാനമോ അല്ലാതെ മറ്റൊന്നും കാണപ്പെടാത്തത് അവരെയാണ് സമ്പൂർണ്ണ വിശ്വസ്തൻ എന്ന് പറയുന്നത്. ഒരു ബാബ, രണ്ടാമതായി ആരുമില്ല. ബുദ്ധിയുടെ താൽപ്പര്യം സദാ ഒരു കൂട്ടുകെട്ടിൽ യോജിച്ചിരിക്കണം. അപ്പോൾ അനേകം കൂട്ടുകെട്ടുകളുടെ നിറം പതിയുകയില്ല. അതിനാൽ ആദ്യത്തെ വാഗ്ദാനമാണ് മറ്റ് കൂട്ടുകെട്ട് വേർപെടുത്തി ഒന്നിനോട് കൂട്ടുകെട്ട് യോജിപ്പിക്കുക എന്നത്. ഈ വാഗ്ദാനത്തെ നിറവേറ്റുക എന്നാൽ സമ്പൂർണ്ണ വിശ്വസ്തരാവുക എന്നർത്ഥം. സ്ലോഗൻ: സത്യതയുടെ സ്വസ്ഥിതി പരിതസ്ഥിതികളിലും സമ്പൂർണമാക്കി മാറ്റുന്നു. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. നമ്മൾ ഉയർന്നതിലും ഉയർന്ന ബാബയുടെ കുട്ടികളാണ്. ഈ ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ ഏകരസ അവസ്ഥ നിലനിൽക്കും. എപ്പോഴാണോ ഒന്നുമായി ബന്ധം നിലനിൽക്കുന്നത്, അപ്പോൾ അവസ്ഥയും ഏകരസമായി നിലനിൽക്കുന്നു. അഥവാ
എവിടേക്കെങ്കിലും ബന്ധങ്ങളുടെ ചരട് പോകുന്നുവെങ്കിൽ ഏകരസ അവസ്ഥ നിലനിൽക്കുകയില്ല. അപ്പോൾ ഏകരസ അവസ്ഥ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒന്നിനെ ഒഴികെ മറ്റെന്തും കണ്ടും കാണാതിരിക്കൂ. ഓം ശാന്തി. ഞാൻ ആത്മാവ് ഒരു തിളങ്ങുന്ന നക്ഷത്രമായി ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തമാണ്. പീസ് ഹൗസാണ്. ശാന്തിയുടെ സ്വരൂപമാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിക്കുകയാണ്. പരമധാമത്തിൽ ശാന്തിയുടെ സാഗരമായ പരമജ്യോതിസായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ആ കിരണങ്ങൾ ഇപ്പോൾ താഴേക്ക് വരികയാണ്. എന്നിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് നാനാഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലും ശാന്തിയുടെ ഈ തരംഗങ്ങൾ എത്തിച്ചേരുകയാണ്. മുഴുവൻ വിശ്വത്തിലും അനേകം ആത്മാക്കൾ അനേകം കാരണങ്ങളാൽ അശാന്തിയുടെ ജ്വാലയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തിയുടെ ഈ തരംഗങ്ങൾ ശീതളമായ വൈബ്രേഷൻസ് 4 ഭാഗത്തും വ്യാപിച്ച് ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അശാന്തിയുടെ അഗ്നിയെ അണയ്ക്കുന്നു. ആ സർവ ആത്മാക്കളുടെയും മനസ്സ് ശാന്തമായി കൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു.
മുഴുവൻ വിശ്വത്തിലും ഡീപ് സൈലൻസ് രചിക്കപ്പെടുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. സൂക്ഷ്മലോകത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. ഞാൻ ബാപ് ദാദയുടെ കൂടെയാണ്. ബാബയുടെ മസ്തകത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ ലോകത്തിൽ വ്യാപിക്കുന്നു. ശാന്തിയുടെ സാഗരത്തിൻ്റെ ശാന്തിയുടെ സമ്പൂർണ്ണ പ്രവാഹം വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളിലും എത്തിച്ചേരുന്നു. ഞാനും ബാബയുടെ കൂടെ പീസ് ഹൗസായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എൻ്റെ മസ്തകത്തിൽ നിന്നും എൻ്റെ നയനങ്ങളിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ മുഴുവൻ ലോകത്തിലും വ്യാപിക്കുകയാണ്. സൂക്ഷ്മ ലോകത്തിൽ നിന്നും ബാപ് ദാദയോടൊപ്പം ഞാനും ശാന്തിയുടെ വൈബ്രേഷൻസ് മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു. ലോകത്തിലെ അനേകം ആത്മാക്കൾ ശാന്തിയുടെ അനുഭവം നേടി ശാന്തിയുടെ സാഗരമായ ബാബയിലേക്ക് ആകർഷിതരാകുന്നു. ഇപ്പോൾ ഞാൻ തിളങ്ങുന്ന മണിയായ ആത്മാവ്
സൂക്ഷ്മ ദേഹത്തിൽ നിന്നും വേർപെട്ട് ശാന്തിധാമം ആകുന്ന എൻ്റെ ആത്മഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഞാൻ ശാന്തിധാമത്തിലാണ്. ഇവിടെ 4 ഭാഗത്തും അസീമമായ ശാന്തിയാണ്. എൻ്റെ ചിത്തം സമ്പൂർണ്ണ ശാന്തിയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ മുന്നിൽ ശാന്തിയുടെ സാഗരത്തെ ഞാൻ ദർശിക്കുന്നു. ശാന്തി സാഗരത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ മുഴുവൻ ലോകത്തിലേക്കും വ്യാപിക്കുകയാണ്. ഞാൻ ആത്മാവ് മാസ്റ്റർ ശാന്തി സാഗരമാണ്. ശാന്തി സാഗരമായ ബാബയോടൊപ്പം മുഴുവൻ വിശ്വത്തിലേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുകയാണ്. ശാന്തിയുടെ ഈ വൈബ്രേഷൻസ് സർവ ആത്മാക്കളെയും ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ നിന്നും അശാന്തി മാഞ്ഞു പോവുകയാണ്. ശാന്തിയുടെ തരംഗങ്ങൾ പ്രാപ്തമാക്കി എല്ലാ ആത്മാക്കളുടെയും ചിത്തം ശാന്തമാകുന്നു. അന്തരീക്ഷം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങൾ നിറഞ്ഞ് സമ്പൂർണ്ണ ശാന്തമാകുന്നു. ഞാനും ശാന്തി സാഗരവുമായി കമ്പൈൻഡ് ആയിരിക്കുന്നു. എന്നിലും സമ്പൂർണ്ണ ഈശ്വരീയ ശാന്തിയുടെ നിറവ് ഞാൻ അനുഭവിക്കുന്നു.
പരമാത്മാ ശാന്തിയാൽ നിറഞ്ഞിരിക്കുന്ന ഞാൻ ആത്മാവ് താഴേക്ക് വരുന്നു. സൂക്ഷ്മ ലോകത്തിലേക്ക്, എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ പ്രകാശം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ഫരിഷ്തയായ ഞാൻ ശാന്തിയുടെ പ്രകാശം നാനാഭാഗത്തും വ്യാപിപ്പിച്ചുകൊണ്ട് താഴേക്ക് വരുന്നു. ആകാശം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങളാൽ നിറയുന്നു. മുഴുവൻ പ്രകൃതിയും ശാന്തിയുടെ കിരണങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഫരിഷ്തയായ ഞാൻ എൻ്റെ സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയായി ദേഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹം മുഴുവൻ ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ വ്യാപിച്ച് സർവ കർമ്മേന്ദ്രിയങ്ങളും സമ്പൂർണ്ണ ശീതളവും ശാന്തവും ആകുന്നു. ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഈശ്വരീയ ശാന്തി നിറയുന്നു. എൻ്റെ ശരീരവും മനസ്സും ശാന്തിയുടെ ശക്തിയാൽ സമ്പന്നം ആയിരിക്കുന്നു.